ഹലോ, വെൽക്കം ടു ദി ക്ലാസ്. സോ നമ്മളിന്ന് പാർട്ട് 4 ആണ് പറയുന്നത്. നമ്മൾ ആയിട്ട് 1, 2, 3 പാർട്ട് കാണാത്തവർ എന്ത് ചെയ്യും, അത് കണ്ടിട്ട് വരാം. അപ്പോൾ പ്രശ്നം നന്നായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അതേപോലെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട്, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നമ്മളിന്ന് പഠിക്കുന്നത് ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, അപ്പോൾ ഈ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ക്യാരക്ടേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ മോണോ ഹൈബ്രിഡ് ക്രോസിൽ ഒറ്റ ക്യാരക്ടർ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. മോണോ മീൻസ് സീഡ് അല്ലേ. അപ്പോൾ ഡൈ ഹൈബ്രിഡ് പറഞ്ഞാൽ എന്താ, ഡൈ വരുമ്പോൾ തന്നെ എന്താ, രണ്ടാണ്. അപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് മെന്റൽ ഈ എക്സ്പെരിമെന്റ് നടത്തിയത്. ഓക്കെ, അപ്പോൾ അവിടെ എടുത്ത ക്യാരക്ടേഴ്സ് എടുക്കുകയെന്ന് വെച്ചാൽ ടോളും ഡ്വാർഫും ഹൈറ്റും, അതേപോലെ സീഡ് സീഡിൽ റൗണ്ട് സീഡും, അതേപോലെ തന്നെ റിങ്കിൾഡ് സീഡ്. റിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ സീഡ്. ഓക്കെ, അപ്പം മെന്റൽ രണ്ട് ക്യാരക്ടർ എടുത്ത്, ഒന്ന് ഏതാ, നമ്മുടെ ഹൈറ്റ് ടോളും ഉണ്ട്, ഡ്വാർഫും ഉണ്ട്. അതേപോലെ സീഡിനകത്ത് റൗണ്ടും, അതേപോലെ തന്നെ റിങ്കിൾ. ഓക്കെ, സോ ഇപ്പോൾ ടോൾ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്, എങ്ങനെയാണ്, ക്യാപിറ്റൽ ടി അല്ല. അതേപോലെ ഡ്വാർഫിനാണെങ്കിലും സ്മോൾ ടി, റൗണ്ട് സീഡ് ആണെങ്കിൽ ആറ്, റിങ്കിൾഡ് സീഡ് ആണെങ്കിൽ സ്മോൾ ആണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ജനറേഷൻ നമ്മൾ ക്രോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്രോസ് ചെയ്യുന്നു. സ്മോൾ ടി, സ്മോൾ ആർ, സ്മോൾ ആർ. ഓക്കെ, ഇത് നമ്മൾ ക്രോസ് ചെയ്ത് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ക്രോസ് ചെയ്യുന്നു. സ്മോൾ ടി, സ്മോൾ ആർ. ഇത് ക്രോസ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇതാണ് ഫസ്റ്റ് ജനറേഷനിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടിയ എന്താ ചെയ്യേണ്ടത്, ഇത് സെൽഫ് പോളിനേറ്റ് ചെയ്യാം. അപ്പോൾ മെന്റലി ഡൈഹൈബ്രിഡ് ക്രോസിൽ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് എടുത്തത്. ഒന്ന് ഹൈറ്റും, അതേപോലെ തന്നെ സീഡിന്റെ ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ഹൈറ്റിൽ ടോളും ഡ്വാർഫും, സീഡിൽ റൗണ്ട് സീഡും റിങ്കിൾഡ് പറഞ്ഞാൽ ചുരുങ്ങി. ഓക്കെ, അപ്പോൾ അതിലെന്താ, നമുക്ക് ഫസ്റ്റ് ജനറേഷൻ സമയത്ത് നമുക്ക് എന്താ കിട്ടിയത്, ടോൾ പ്ലാന്റും അതേപോലെ തന്നെ റൗണ്ട് സീഡ് കിട്ടി. ഓക്കെ, ടോൾ പ്ലാന്റും അതേപോലെ തന്നെ റൗണ്ട് സീഡ് കിട്ടി. ഇനി ഇതിന് തമ്മിൽ എന്ത് ചെയ്യുക, സെൽഫ് പോളിനേഷൻ ചെയ്യുക. സെക്കൻഡ് ജനറേഷൻ. ഓക്കെ, സെക്കൻഡ് ജനറേഷനിൽ ഇവരെ തമ്മിൽ സെൽഫ് പോളിനേറ്റ് ചെയ്യുക. ഓക്കെ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോസ് ചെയ്യുന്നു, സെൽഫ് പോളിനേറ്റ് ചെയ്യും. ഓക്കെ, capital T, capital R, capital T, capital R. ഇവിടെ capital T, small r, small t, capital R. സ്മോൾ ടി, സ്മോൾ. ഇതേ സാധനം തന്നെ ഇങ്ങോട്ട് എഴുതാം. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ എഴുതും. ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, ഇതേ സാധനം സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ടി, സ്മോൾ ആർ. അപ്പോൾ ഇതും ക്രോസ് ചെയ്യും. അപ്പോൾ ക്യാപിറ്റൽ ടിയും ഉണ്ടാവും. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആറും ഉണ്ടാവും. ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. ഇനി ഈ ക്യാപിറ്റൽ ടിയും ഈ ക്യാപിറ്റൽ ടി, ഈ ക്യാപിറ്റൽ ടിയും ഈ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ഈ ക്യാപിറ്റൽ ആറും
E small r. Okay. Capital R, small r. Okay. ഇനി E capital T, E small t. Capital T, small t, E R, E R. Capital R, capital R. Okay. ഇനി അടുത്തത് E capital T, E small t. Capital T, small t. Capital R, capital R, small r. Okay. ഇനി ഇ ടിയും ഇ ടി. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ഇ ആറും ഇ ആർ. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഓക്കെ. ഇനി അടുത്ത ഇ ടിയും ഇ ടി. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, സ്മോൾ ആർ. ഇനി ഇ ടിയും ഇ ടിയും. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, സ്മോൾ ആറും ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇനി ഇ ടിയും ഇ ടിയും. Capital T, small t, small r, small r. E T യും E T. Capital T, small t, capital R, capital R. E T യും E T. Capital T, small t, capital R, small r. Okay. ഇനി ഇ ടിയും ഇ ടി. അപ്പോൾ ഇവിടെ രണ്ടും സ്മോൾ ടി, സ്മോൾ ടി, സ്മോൾ ടി. ഇവിടെ ക്യാപിറ്റൽ ആർ, അവിടെ ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. ഇനി ഈ സ്മോൾ ടിയും ഈ സ്മോൾ ടി. സ്മോൾ ടി, സ്മോൾ ടി. ഈ ക്യാപിറ്റൽ ആറും ഈ സ്മോൾ ആർ. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇനി ഈ സ്മോൾ ടിയും ഈ ക്യാപിറ്റൽ ടി. ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ക്യാപിറ്റൽ ആറും സ്മോൾ ആർ. ഓക്കെ. ഇനി അടുത്ത് ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടി. ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഈ സ്മോൾ ആറും ഈ സ്മോൾ ആർ. ഓക്കെ. ഇനി അടുത്തത് ഈ സ്മോൾ ടി, ഈ സ്മോൾ ടി. സ്മോൾ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഓക്കെ. ഇനി അടുത്തത് ഈ സ്മോൾ ടി, ഈ സ്മോൾ ടി. സ്മോൾ ടി. ഇനി ഈ സ്മോൾ ആറും ഈ സ്മോൾ ആർ. സ്മോൾ ആർ, സ്മോൾ ആർ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡൈ ഹൈബ്രിഡ് പ്രോസസ്. ഇനി ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂൻസ് നമുക്ക് നോക്കിയാൽ എങ്ങനെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ നമ്മുടെ ക്യാപിറ്റൽ ടി വന്നാൽ എന്താ, അത് ടോൾ ആണ് അല്ലേ. അതേപോലെ ആർ വന്നാൽ എന്താ, റൗണ്ട്. അപ്പം ടോൾ പ്ലാന്റും റൗണ്ട് സീഡും. ഇതെന്താ, ഒരു ടോൾ പ്ലാന്റും റൗണ്ട് സീഡും. അപ്പോൾ നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്ത് ഇവിടെ. ഇനി അടുത്ത ഇത് എന്താ, ടോൾ പ്ലാന്റ് ആണ്, റൗണ്ട് സീഡാണ്. ഓക്കെ. ഇത് എന്താ, ടോൾ പ്ലാന്റ് ആണ്, റൗണ്ട് സീഡ്. ഓക്കെ. ഇത് എന്താണ്, ടോൾ പ്ലാന്റ് ആണ്, റൗണ്ട് സീഡാണ്. ഓക്കെ. ഇത് എന്താ, ടോൾ പ്ലാന്റ് ആണ്, റൗണ്ട് സീഡ്. ടോൾ പ്ലാന്റ് പറയുമ്പോൾ ടി ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ റൗണ്ട് സീഡ്. ഓക്കെ. ഇത് എന്താ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ. അപ്പോൾ ഇത് എന്താ, ടോൾ പ്ലാന്റ് ആണ്, റൗണ്ട് സീഡ്. ഓക്കെ. ഇതെന്താ, ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡ്. ഇത് എന്താ, ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡ്. ഓക്കെ. ഇനി ഇത് ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡ്. അപ്പോൾ എത്ര 9 എണ്ണം. ടോൾ പ്ലാന്റും റൗണ്ട് സീഡും 9 എണ്ണം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇതെന്താ, ടോൾ പ്ലാന്റ് ആണ്, പക്ഷെ റിങ്കിൾഡ് സീഡ് അല്ലേ. ഇത് ടോൾ പ്ലാന്റ് ആണ്, പക്ഷെ റിങ്കിൾഡ് സീഡാണ്. ടോൾ പ്ലാന്റ് പക്ഷെ എന്താ, റിങ്കിൾഡ്, ചുരുങ്ങിയ സീഡാണ് അല്ലേ. അതെത്ര, 1. ഇനി ടോൾ പ്ലാന്റ്, റിങ്കിൾഡ് സീഡ് രണ്ടാമത്തെ. ഓക്കെ. ഇനി ടോൾ പ്ലാന്റ്, റിങ്കിൾഡ് സീഡ്. അപ്പം അത് 3. ഓക്കെ. ഇനി
ഇനി അടുത്ത ഏതാ, ഇത് നോക്കി, സ്മോൾ ടി ആണ് പക്ഷെ റൗണ്ട് സീഡ്, അതായത് ഡോർഫ് ആണ്, ഡോർഫ് പ്ലാന്റും ആണ്, റൗണ്ട് സീഡും, ഡോർഫ് പ്ലാന്റും ആണ്, റൗണ്ട് സീഡാണ്. ഇത് എന്താ, ഡോർഫ് പ്ലാന്റ് ആണ്, റൗണ്ട് സീഡാണ്. ഇത് എന്താ, ഡോർഫ് പ്ലാന്റ് ആണ്, റൗണ്ട് സീഡാണ്. ഓക്കെ, മൂന്നെണ്ണം. അത് എത്രണ്ടേ ഉള്ളൂ, മൂന്നേ ഉള്ളൂ. ഇനി ഇത് നോക്കി, ഇതിലാണ് ലാസ്റ്റ്. ഇതെന്താ, രണ്ടും സ്മോൾ ടി, ഇതും സ്മോൾ ആണ്. അപ്പം ഡോർഫ് ആണ്, ഡോർഫ് പ്ലാന്റ് ആണ്, അതേപോലെ തന്നെ റിങ്കിൾഡ് സീഡുമാണ്. അത് ഒരെണ്ണം. അപ്പം നമുക്ക് ഏത് റേഷ്യോ കിട്ടി, 9:3:3:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ കിട്ടി. ഓക്കെ ആണോ? അപ്പം ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ അകത്ത് രണ്ട് ക്യാരക്ടേഴ്സ് എടുത്ത്, ഒന്ന് ഹൈറ്റും അതേപോലെ തന്നെ മറ്റേ ക്യാരക്ടർ സീഡും എടുത്ത്. അപ്പൊ ഹൈറ്റിൽ ടോളും ഉണ്ട്, ഡോർഫും ഉണ്ട്. സീഡിൻ്റെ അകത്ത് റിങ്കിൾഡ് സീഡും ഉണ്ട്, റൗണ്ട് സീഡും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ടോളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി ആണ്, ഡോർഫിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ടി ആണ്, റൗണ്ട് സീഡിനെ ക്യാപിറ്റൽ ആറും റിങ്കിൾഡ് സീഡിനെ സ്മോൾ ആറും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ജനറേഷനിൽ എന്താ കിട്ടിയത്, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അത് ഫസ്റ്റ് ജനറേഷനിൽ ടോളും അതേപോലെ തന്നെ റൗണ്ട് സീഡാണ് കിട്ടിയത്. നമുക്ക് ഡോർഫ് കിട്ടിയോ, അതായത് റിസസീവ് ക്യാരക്ടർ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ മെന്റൽ പറഞ്ഞ എന്താ, ഫസ്റ്റ് ജനറേഷനിൽ ഹിഡൻ ആയ ക്യാരക്ടർ എവിടെ അപ്പിയർ ചെയ്യും, സെക്കൻഡ് ജനറേഷനിൽ അപ്പിയർ ചെയ്യും. സെക്കൻഡ് ജനറേഷനിൽ നമുക്ക് കിട്ടിയില്ലേ ഡോർഫ്, അല്ലെ? സെക്കൻഡ് ജനറേഷൻ നമ്മൾ ക്രോസ് ചെയ്തു. ഇവിടെ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ ടോൾ പ്ലാന്റും റൗണ്ട് സീഡും നമ്മൾ എന്ത് ചെയ്തു, സെൽഫ് പോളിനേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ സെൽഫ് പോളിനേറ്റ് സമയത്ത് നമുക്ക് എന്താ കിട്ടിയത്, 9 എണ്ണം എന്താണ്, ടോൾ പ്ലാന്റും ആണ്, അതേപോലെ തന്നെ റൗണ്ട് സീഡാണ്. ഇനി 3 എണ്ണം എന്താ, ടോൾ പ്ലാന്റ് ആണ് പക്ഷെ സീഡ് എന്താ, റിങ്കിൾഡ് ആണ്. 3 എണ്ണം എന്താ, ഡോർഫ് പ്ലാന്റ് ആണ് പക്ഷെ റൗണ്ട് സീഡാണ്. അത് 3 എണ്ണം. കംപ്ലീറ്റ്ലി റെസസീവ് ആയ ആളാരാണ്, ഒരാളേ ഉള്ളൂ, അത് ഡോർഫ് പ്ലാന്റും ആണ്, അതേപോലെ തന്നെ റിങ്കിൾഡും ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഡോമിനന്റ് ആരൊക്കെയാണ്, റിസസീവ് ആരൊക്കെയാണ്, ജസ്റ്റ് മെൻഷൻ ചെയ്താൽ, ഡോമിനന്റും റിസസീവ്. ഓക്കെ, ഈ റിസസീവ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ക്യാരക്ടർ ആട്ടോ. ഡോമിനന്റ് പറഞ്ഞാൽ ഡോമിനേറ്റ് ചെയ്യുന്ന ക്യാരക്ടർ. ഓക്കെ, അപ്പം ടോളില് ടി ആണ് ഇവിടുത്തെ ഡോമിനന്റ് ക്യാരക്ടർ, ഹൈറ്റിൽ ടോളാണ്. റിസസീവ് ക്യാരക്ടർ ഡോർഫ് ആണ്. ഓക്കെ, അത് സ്മോൾ ടി റെപ്രസെന്റ് ചെയ്യും. ഇനി അതേപോലെ തന്നെ റൗണ്ട് സീഡാണ് എന്ത്, ഡോമിനന്റ് ക്യാരക്ടർ. ഓക്കെ, റിസസീവ് ആയ ക്യാരക്ടർ ഏതാ, റിങ്കിൾഡ് സീഡാണ്. ഓക്കെ, സോ നമുക്കിവിടെ 9:3:3:1 എന്ന റേഷ്യോയിൽ നമുക്ക് കിട്ടി. ഇതാണ് ഇവിടുത്തെ ഫീനോടൈപ്പിന്റെ റേഷ്യോ. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒബ്സർവബിൾ ക്യാരക്ടർ, അതായത് കാണാൻ കഴിയുന്ന ക്യാരക്ടറാണ് എന്ത്, ഫീനോടൈപ്പ്. അതിൻ്റെ റേഷ്യോ ആണ് 9:3:1. ഇവിടുത്തെ ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം, ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2:2:4:2:1:1. ഓക്കെ, അതായത് നമുക്ക് ഈ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ടി, ക്യാപിറ്റൽ ടി, അതാണ് ജീനോടൈപ്പിക് റേഷ്യോ. ബാക്കി ഈ ടോള്, റൗണ്ട്, അതായത് നമുക്ക് കാണാൻ കഴിയുന്ന ക്യാരക്ടേഴ്സ് ആണ് എന്ത്, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ് ഫീനോടൈപ്പ്. അതിന്റെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് എന്ത്, ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ജീനോടൈപ്പ് പറഞ്ഞാൽ അത് ഇങ്ങോട്ട് മാറ്റി എഴുതാണ്, 1:2:1:4:2:1:1. ഇതാണ് ഇതിൻ്റെ ജീനോടൈപ്പിക് റേഷ്യോ. ഓക്കെ, താങ്ക് യു.